പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 25 വരെ ദീർഘിപ്പിച്ചു. ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ 25-ന് വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന്റെ 2 മാസത്തെ ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത്. അതായത് 3200 രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും. അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ളതിനെ തുടർന്ന് സർക്കാർ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വീടാന്തരം കയറിയുള്ള പരിശോധന ആരംഭിക്കാനിരിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള സംശയം 2 മാസത്തെ തുക വിതരണം ഈ മാസം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഈ ഡിസംബർ മാസത്തോടു കൂടി 2 മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്തു തീർക്കും എന്നുള്ളത്. 5 മാസത്തെ ഗഡുവിൽ ഒരു ഗഡു നേരത്തെ വിതരണം ചെയ്തു. ഇനിയുള്ളത് 4 മാസത്തെ തുകയാണ്. ഇതിൽ 1 മാസത്തെ തുക കൂടി ഈ മാസത്തെ തനത് തുകയോടൊപ്പം ചേർത്ത് 3200 രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. DBT സെൽ വഴി ഈ വരുന്ന 25-നുള്ളിൽ തന്നെ തുക വിതരണം പൂർത്തീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. വരുന്ന ദിവസം തന്നെ തുക വിതരണ തീയതി അറിയിപ്പുകൾ എത്തിച്ചേരും. അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തും. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുകയും എത്തിച്ചേരും. അനർഹരായ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ്, ജീവനക്കാരുടെ യാത്രാബത്തയിൽ മുന്നറിയിപ്പുമായി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കുള്ള യാത്രാബത്തയിൽ കർശന നിർദ്ദേശവുമായി ധനമന്ത്രി KN ബാലഗോപാൽ. മുൻപ് തീരുമാനിച്ചിട്ടുള്ള തുകയിൽ തന്നെ യാത്ര ചെയ്യണമെന്നാണ് ധനവകുപ്പ് സർക്കുലർ. ഇതിലപ്പുറം വരുന്ന ആവശ്യങ്ങൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് ജീവനക്കാർ. 2016-ലാണ് അവസാനമായി ജീവനക്കാരുടെ യാത്രാബത്ത പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനുശേഷം 2021-ലെ ശമ്പള പരിഷ്കരണത്തിന് ശേഷവും ജീവനക്കാർ യാത്ര ചെയ്യേണ്ടത് 2016-ലെ അതേ നിരക്കിലാണ്. 2024-ലും ഉത്തരവിൽ മാറ്റമുണ്ടായിട്ടില്ല. യാത്രാബത്ത പരിധിയിൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ. 2016-ൽ നിശ്ചയിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഒരു തുക പോലും അനുവദിക്കരുതെന്ന കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ധനവകുപ്പ്. ഡിസംബർ 6-നാണ് ഇത് സംബന്ധിച്ച സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.